ഞാനിവിടെ 2 തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 കാർഡ്ബോർഡിൻ്റെ പീസും എടുത്തിട്ടുണ്ട്, പിന്നെ അത് ബ്രൗൺ പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ബുക്കിൻ്റെ പേപ്പർ വെച്ച് ക്രാഫ്റ്റ് ചെയ്യോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ പിന്നെ നമ്മളത് മാനിക്കാണ്ടിരിക്കും. എന്നാൽ പിന്നെ ഇന്നത്തെ ക്രാഫ്റ്റ് അതാകട്ടെ എന്ന് വിചാരിച്ചു. എനിവേ കാർഡ്ബോർഡ് പീസ് ഇതാ ഈ ഒരു ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഈ തെർമോക്കോൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തി ചൂടാക്കി ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. കുഞ്ഞുമക്കൾ ആരെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കത്തിപ്പണിയൊക്കെ മുതിർന്നവരെ സഹായത്തോട് കൂടി ചെയ്യാം. ബ്രൗൺ കളർ അപ്ലൈ ചെയ്തു. പിന്നെ അത് നോട്ട്ബുക്കിന്റെ പഴയ പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രൗൺ പേപ്പർ എന്താണെന്നല്ലേ, നമ്മുടെ നെയിം സ്ലിപ്പിന്റെ പുറകിൽ വരുന്ന ഒരു പേപ്പറാണ് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കുന്നു. പറയുന്നതിനേക്കാളും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു തെർമോകോൾ വെച്ച് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ചോക്ലേറ്റ് ബ്രൗണി ആയിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ കിട്ടിയിട്ടില്ലേ? കിട്ടിയെന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ നോട്ട്ബുക്കിന്റെ പേപ്പറൊക്കെ ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു സ്റ്റിക്കി നോട്ട്ബുക്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു പരീക്ഷണമായിരുന്നു. സംഭവം വിജയിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോസിനൊക്കെ ലൈക്കും കമന്റും കുറവായതുകൊണ്ട് റീച്ചും കുറവാണ്. സോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാതെ പോവല്ലേ.